കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം നല്ല ഗംഭീരാണ്, അവർക്ക് യാതൊരു അജണ്ടയുമില്ല, അവരാരും സ്വാധീനിക്കപ്പെടുന്നില്ല എന്നൊന്നും പറയാൻ പറ്റുന്ന തരത്തിലുള്ള വ്യക്തിത്വമുള്ള ഒരാളല്ല ഞാൻ. മാധ്യമങ്ങളുടെ പിന്തുണയൊന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളർന്നിട്ടുള്ളത് അവർ സ്വയം മാധ്യമമായി മാറിക്കൊണ്ടാണ്. ഇപ്പൊ തൊഴിലാളികൾക്ക് കൃഷിഭൂമി കർഷകന് എന്ന ഒറ്റ മുദ്രാവാക്യാണെന്നേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയത്. കൃഷിഭൂമി കർഷകൻ എന്ന ഒറ്റ മുദ്രാവാക്യം, 2 വാക്കുകളേ ഉള്ളൂ. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിലെ ഒരു ഭാഗം ഇത് ഞാൻ പറയേണ്ടതല്ലേ? ഒരേ സമയം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനൽ ലക്ഷണമൊത്ത കള്ളം എന്ന് കേരളത്തിലെ വ്യവസായ സംരംഭകത്വ വർഷത്തെ അധിക്ഷേപിക്കുമ്പോൾ അതേ ചാനലിന്റെ ഇംഗ്ലീഷ് ഓൺലൈൻ എഡിഷൻ വ്യവസായ സംരംഭകത്വം വലിയ വിജയമായെന്നും അതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നും എഴുതുകയാണ്. ഞാനങ്ങനെ വന്ന് ഒരു അസത്യം പറഞ്ഞിട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ന്യൂസ് റൂമിലെ കാര്യങ്ങളെല്ലാം വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞ് വാദിക്കാനും അത് സമർപ്പിക്കാനും വന്നിട്ടുള്ള ആളുമല്ല, അതിന്റെ വിമർശനങ്ങളെ സത്യസന്ധമായി ഉൾക്കൊള്ളാൻ തീരുമാനിച്ചു വന്നിട്ടുള്ള ആളുമാണ്. കേരളത്തിനെതിരെ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഭരണഘടനാപരമായ അവകാശങ്ങൾ കേരളത്തിന് വകവെച്ച് കൊടുക്കാതിരിക്കുമ്പോൾ കേരളത്തിന്റെ താല്പര്യങ്ങളോടൊപ്പം നിൽക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകുമ്പോൾ ലോകത്ത് ജനാധിപത്യം ഉണ്ടായത്, വലിയ ഡെമോക്രസീസിനെ രൂപപ്പെടുത്തുന്നതിൽ പ്രിന്റ് മീഡിയയ്ക്ക് വലിയ റോളുണ്ട്. വളരെ പ്രോഗ്രസീവായ റോളാണ് അന്ന് പത്രങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. വലിയ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. ആ കമ്മ്യൂണിക്കേഷനിലൂടെ കോൺവെർസേഷൻ ഉണ്ടായി, സംഭാഷണങ്ങൾ ഉണ്ടായി. സംഭാഷണങ്ങളിലൂടെ ആളുകൾ യോജിക്കുകയും വിയോജിക്കുകയും ചെയ്തു. അങ്ങനെ വലിയ ജനാധിപത്യ സമൂഹങ്ങൾ രൂപപ്പെട്ടു. മാധ്യമങ്ങളുടെ സാങ്കത്യത്തെ, അവരുടെ ജനാധിപത്യത്തിലെ ഇടത്തെ ഒരിക്കലും കുറച്ചു കാണുന്ന ഒരാളെയല്ല.